ഗൈസ് അപ്പോൾ ഡ്രീം ലൈഫിൽ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയ ലോഡ് എടുക്കാനായിട്ട് സിമെൻറ്റ് ലോഡ് എടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നേരെ കുടുത്തിനി JSWൻ്റെ ഫാക്ടറിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. രാവിലെ തന്നെ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. റെയിൽവേ ട്രാക്കിൻ്റെ ഒരു സൈഡിലൂടെ പോയിക്കൊണ്ട് ഒരു സൈഡിൽ സൂര്യൻ ഉദിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കുടുത്തിനിക്കുള്ള ബൈപ്പാസ് റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 125ൻ്റെ ടോളും കൂടി ഉണ്ട് കേട്ടോ ഈ റോഡിന്. റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. ഇനി മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. മൊത്തം അങ്ങോട്ട് ട്രക്ക് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ ദാബ ടോള് കൊടുക്കുന്നതിന് 125ൻ്റെ ടോള് കൊടുക്കുന്നതിന് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ റോഡിന്. കുറേ വണ്ടി ലോഡ് എടുത്തിട്ട് പോകുന്നുണ്ട്, ബൾക്കറൊക്കെ പോകുന്നുണ്ട്. ഇഷ്ടം പോലെ ദാമ കാണാം ഈ സൈഡിൽ. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇഷ്ടം പോലെ തരിശ് ഭൂമിയാണ്, കൃഷി ചെയ്യാൻ യോഗ്യമായത് പക്ഷേ കൃഷി ചെയ്യാത്തത്. നമ്മൾ പറഞ്ഞ ടോൾ ബൂത്ത് 125ൻ്റെ ടോൾ ബൂത്താണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥയും. നല്ല അടിപൊളി റോഡാണ്. അതിലൂടെ വേറൊരു ബൈപ്പാസ് റോഡ് കടന്നു പോകുന്നുണ്ട് കേട്ടോ, പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റോഡ് എനിക്ക് ടോൾ റോഡ് കഴിഞ്ഞിട്ടൊക്കെ നല്ല പരിചയമുണ്ട്. ഒരു ദിവസം ഡയറക്റ്റ് ലോഡ് ഇറക്കാൻ വന്ന ബാക്കി 2 പ്രാവശ്യം ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ് കേട്ടോ. നല്ല ഉഴുന്നുവട പൊരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പൂരി, ബാജി ആൻഡ് ചട്നി. പൂരി വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 വട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വടയും ചട്നി അടിപൊളി സാധനമാണ്. നമ്മൾ ചെറിയൊരു കടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ട് ബാക്കിലുള്ള കാഴ്ച കേട്ടോ. കണ്ടം കൃഷിക്ക് വേണ്ടിയിട്ട് ഫുള്ള് ഒരുക്കി നിർത്തിയിട്ടില്ലാണ് കേട്ടോ. ഫുൾ കറുത്ത മണ്ണ് ആണ് കേട്ടോ, വളപ്രയോഗം ചെയ്തിട്ടുള്ള മണ്ണ്. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ തന്നെ ചായ പിടിച്ച സ്ഥലം. ചെറിയൊരു എയ്സിൻ്റെ വാനിൽ സെറ്റ് ചെയ്ത കിച്ചണാണ് കേട്ടോ. അടിപൊളി ഭക്ഷണം. അപ്പോൾ നമ്മൾ ചായ പിടിച്ച സ്ഥലത്തോടും വിട പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് വന്ന് JSW അല്ലേ, കുടുത്തിനിക്ക് പോയിക്കൊണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യണം. കാരണം ഇന്നലെ കരി ഇറക്കി അതിൻ്റെ വേസ്റ്റ് മൊത്തം ഉണ്ട്, അതെല്ലാം മൊത്തം ഒന്ന് സർവീസ് ചെയ്ത് കളയണം. ഇതാണ് നമ്മൾ ചായ പിടിച്ച സ്ഥലം ഗൈസ്. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് സംസാരിച്ചൊരു ആളുടെ ട്രെയിലറാണ് കേട്ടത്. ഒന്നും പോക്കില്ല. അടുത്ത് കുറേ ദാവകളുണ്ട്. ഈ ദാവയിൽ നിന്നല്ലേ അല്ല പാർക്കിങ്ങാ? റോഡ് പണീൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ, റോഡ് പണി. അതുപോലെ തന്നെ നമ്മൾ സർവീസ് സെൻറ്ററിൽ വെക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി മൊത്തം കൽക്കരി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സിമെൻറ്റ് കയറ്റാൻ പോകുന്നത് കൊണ്ട് തന്നെ വാട്ടർ സർവീസ് ചെയ്തിട്ടാണ് എപ്പോഴും പോക്ക്. അവിടെ തന്നെ കുറേ പാടങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ സർവീസിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കരി വെള്ളമാണ് കേട്ടോ ഒഴുകുന്നത്. ഒരാളിവിടെ വണ്ടീൻ്റെ പുറം കൂടി കഴുകുന്നുണ്ട്. ഓൺലി വാട്ടർ സർവീസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സർവീസ് സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് നേരെ ടയർ കടയിലേക്ക് വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഗ്രീസൊക്കെ അടിക്കാനുണ്ട്, പിന്നെ ഒരു ടയർ മാറ്റാനും കൂടിയുണ്ട്.
പൈസ അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് JSWൻ്റെ ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിട്ട് കേട്ടോ. ഇതിൽ പോകുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. റിഫ്ലക്ഷൻ ജാക്കറ്റ്, തൊപ്പി, സേഫ്റ്റി ഷൂ ഇതെല്ലാം മസ്റ്റാണ്. നീ ഇവിടെയാണോ വണ്ടി ഇട്ടിട്ടുണ്ട് ആദ്യം? ഇത് എവിടുന്ന് വാങ്ങണ്ടേ? കുറേ ട്രെയിലറിലും ലോഡായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു മലേൻ്റെ സൈഡിലെല്ലാം ഇതുള്ളത്. ഫാക്ടറിൻ്റെ ഉൾക്കാഴ്ച ഉണ്ടല്ലോ. ഇതിൻ്റെ അകത്തേക്ക് വണ്ടിയിൽ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മൾ ഒരു ബില്ല് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. JSW സിമെൻറ്റ് ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ്. JSWൻ്റെ പാർക്കിംഗ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതൊന്നും മാത്രമല്ല, ഉള്ളിൽ വേറെയും പാർക്കിംഗ് ഉണ്ട്. ഗൈസ് നമ്മുടെ റെസ്റ്റ് റൂമില്ലാന്ന് കേട്ടോ. ഇത് ഇവിടെ ഡ്രൈവേഴ്സെല്ലാം ഡ്രൈവേഴ്സെല്ലാം ഉറങ്ങുന്നുണ്ട് ഗൈസ്. ബൾക്കർ പാർക്കിംഗ് ആണ് കേട്ടോ ഈ കാണുന്നമ്മോ. അതിൻ്റെ നേരെ ബാക്കിലായിട്ട് കമ്പനി. ഒരു വണ്ടി വെള്ളം ഒഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഒരു ട്രാക്ടർ. വേറൊരു ടിപ്പർ വരുന്നുണ്ട് 10. നമ്മുടെ വണ്ടി ലോഡ് എടുത്തിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ടാർപ്പായിടാനായിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടിയുടെ പുറത്ത് ടാർപ്പായി ഇടാൻ വേണ്ടിയിട്ടെല്ലാം നിന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഹാ സിമെൻറ്റിൽ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി ഫുൾ ലോഡായിട്ട് വന്നിട്ടുണ്ട്. കുറേ ബൾക്കറെല്ലാം വരുന്നുണ്ട് ഗായ്സ്. ഇവിടെ എന്ന് പറഞ്ഞിട്ട് മഹാ സിമെൻറ്റ് പോലെ ടാർപ്പായി ഇടാൻ നാളില്ല കേട്ടോ, നമ്മൾ തന്നെ ഇടണം. കുറേ വണ്ടി, ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് കേട്ടോ. ലോഡായതും ആവാനുള്ളതും ഇതൊക്കെ ലോഡായിട്ട് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഫുള്ള് പൊടിയാണ് ഗൈസ്, അതാണ് കൂടുതൽ. നമ്മുടെ വണ്ടി ടാർപ്പായിലിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണുന്ന വണ്ടി ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരു മഞ്ഞ പക്ഷി പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബില്ലെല്ലാം കിട്ടിയിട്ടുണ്ട്. ബദി എടുക്കില്ല അല്ല, ഇത് എൻട്രി ഇല്ല, ബില്ലിൽ പൈസ എല്ലാം ഉണ്ടാവും ഗൈസ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ലോഡൊക്കെ ആയിട്ട് പുറത്ത് ടാർപ്പായിലിട്ട് ബില്ലൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേറൊരു ബില്ലും കൂടി ഉണ്ട്. ഇത് ഔട്ട് ചെയ്യുമ്പോൾ മെയിൻ എൻട്രൻസിൽ കൊടുക്കാനുള്ള ബില്ലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ എൻ്റെ ഊഴാണ്. ഏകദേശം നല്ല ദൂരം വണ്ടി ഓടിക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നതാണ് കേട്ടോ. ഏറാവാൻ വേണ്ടി വണ്ടി നിർത്തിയാണ്. കാലപ്പം വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് ബോട്ടിലൊക്കെ ബാക്കിൽ. അപ്പോൾ നേരെ കാഴ്ചയിലേക്ക് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം എന്താ, സിമെൻറ്റ് കയറ്റിയിട്ട് വന്നിട്ട് ടാർപ്പായി ഇടാനുള്ള വണ്ടികളുണ്ട് കുറേ. പിന്നെ ബൾക്കറുണ്ട് കുറേ ലോഡാവുന്നുണ്ട്. ഇപ്പം സമയം ഏകദേശം ആയിട്ടില്ല. സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മൾ ഇവിടുന്ന് വിടാൻ പോവുകയാണ്. നമ്മൾ വേറൊരു വണ്ടിയുടെ ബാക്കിൽ നിന്നിട്ടുണ്ട് കേട്ടോ, ക്യൂ നിന്നിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ലോഡ് ഇറക്കിയിട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസിൻ്റെ കവാടമാണ് ഗൈസ് കാണുന്നത്. Thank you for safe visit. JSW Cement.